വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ. വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. കേൾക്കുമ്പോ അസ്വസ്ഥതയുണ്ടോ? തോന്നുന്നുണ്ട് കുഞ്ഞാമതേ? സമാധാനക്കുറവുണ്ടോ? തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയേ പറ്റൂ. എന്താണ് കുഞ്ഞമ്മദ് ഈ പാടുന്നത്? ഇത് ആരുടെ വാദമാണ്? ഇബ്ലീസിനെ വരെ നന്നാക്കി മലക്കരുടെ ഉസ്താദാക്കുമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ഇബ്ലീസിനെ നന്നാക്കുന്നതിനേക്കാൾ മുമ്പ് നന്നാക്കേണ്ടത് ഇബ്ലീസിൻ്റെ ഈ 3 ശിഷ്യന്മാരെയാണ്. ഇവന്മാരെ നന്നാക്കിയാൽ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ നടത്തുന്ന പ്രബോധനം അതിന് ഇജാബത്ത് കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു പറ്റം ചെറുപ്പക്കാരായ ഒരു പറ്റം യുവാക്കളെ അവരെ അള്ളാഹുവിൻ്റെ ദീനിൽ തെറ്റിച്ച് കുഫ്രിയത്തിൻ്റെ പച്ചയായ കുഫ്രിയത്തിൻ്റെ വാത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ്? ഇപ്പം കഴിഞ്ഞ ദിവസം മുസ്തഫ മൗലവി ആരാണെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാം. അയാളെ കൊണ്ടുവന്ന് ഇതിനെ തൗബ ചെയ്യിക്കാൻ വേണ്ടി അയാൾ പിറ്റേ ദിവസം പറഞ്ഞെന്താ, ഞാൻ തൗബ ചെയ്യാൻ പോയില്ല, എൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. നാണം കെട്ടില്ലേ? ഇങ്ങനെ പച്ചക്കള്ളവും നാണം കെട്ട ഉളുപ്പില്ലാത്ത വർത്താനമല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ? നിങ്ങളൊരു ത്വരീക്കത്തുകാരാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ നിങ്ങളുടെ അനുയായികളായ ആളുകൾക്ക് കിട്ടുന്ന ഏത് തരത്തിലുള്ള ആത്മീയമായ ഉപദേശമാണ്? ഞാൻ ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള ആത്മീയമായ ഉപദേശവും ആ ഉപദേശം സിദ്ധിച്ചവരിൽ നിന്നുള്ള പ്രതിഫലനം എന്താണ്? അവരൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ച് അവരൊക്കെ ഇരുത്തേണ്ടടത്തിരുത്തി അവരെ വായടപ്പിച്ച ഞാൻ നോക്കുമ്പോഴൊക്കെ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയപ്പെട്ട ഒരു നൗഷാദ് ബാബു ഇവരടക്കമുള്ള കുറേ ടീമുകൾ ഈ സൈബർ അറ്റാക്ക് അല്ലാതെ ഇവർക്ക് എന്താണ് സത്യത്തിൽ എന്തെങ്കിലും ഇമാത്ത് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? ഈ സൈബർ അറ്റാക്ക്, അതായത് പേരോട് ഉസ്താൻ്റെ ഫോട്ടോ മോർഫ് ചെയ്യുക, അതുപോലെ തന്നെ പൊന്മുള ഉസ്താൻ്റെ ഫോട്ടോ മോർഫ് ചെയ്യുക, AP ഉസ്താൻ്റെ ഫോട്ടോ മോർഫ് ചെയ്യുക, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ആക്ഷേപ പോസ്റ്ററുകൾ അടിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഏത് മതക്കാരാണ്? നിങ്ങളുടെ മതവേദ? നിങ്ങൾ സത്യം പറഞ്ഞ് നിങ്ങളുടെ സിദ്ധാന്തവേദാന്ന് പച്ചക്കങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ഏത് സ്വാമിയുടെ അനുയായികളാണ്? എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അള്ളാഹ്, ഈ തൊള്ളോണ്ട് അള്ളാഹ്, എന്ത് നിനക്കൊക്കെ എന്തല്ല, നിൻ്റെയൊക്കെ ഇവിടെ നിന്നോട്ട് ഇറങ്ങാത്ത ദീനാണത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന പ്രഭാഷണം കൊണ്ട് കുറേയേറെ ചെറുപ്പക്കാർ മുറുത്തദ്ധാവും എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിന് 10 പൈസ നയാ പൈസയുടെ ഗുണം നിങ്ങളെ കൊണ്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് അൽഹംദുലില്ലാ എനിക്ക് പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം കാണിക്കാൻ കഴിയും? ഒരു ഉദാഹരണം പറ്റുമോ? നിൻ്റെയൊക്കെ വായിന്ന് എന്താണ് ഈ വരുന്നത്? എടാ കുഞ്ഞാമ്പേദേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, നിനക്ക് സനത് എന്നൊരു ഉസ്താദല്ലേത്? നീ മൂപ്പരുടെ ആശയത്തോട് നിനക്ക് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് സഭ്യതയായിക്കൂടെ? നീ എന്തൊക്കെ ഈ ഒരു സ്വന്തം ഉസ്താനെ ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് നാണം തോന്നില്ലേ? എടാ, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നിനക്ക് കോഴി ഇറച്ചിയും കോഴി ബിരിയാണിയും അതുപോലെ തന്നെ ഇവന്മാരെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വണ്ടിക്കൂലിയൊക്കെ കിട്ടും. കുറച്ച് കഴിയുമ്പോൾ കാലാന്തരത്തിൽ നിൻ്റെ ആരോഗ്യവും നിൻ്റെ ഈ തൊണ്ടയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ എടാ ഇവരൊക്കെ നിന്നെ മൂലക്കാക്കും. നിനക്ക് നഷ്ടം, നിൻ്റെ ഈ പോയ കാലം മുഴുവൻ നഷ്ടമായിരിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്കി. ഇവന്മാർക്ക് വേറെ പണിയിൽ ദുർവാശയില്ലാതൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാലേ, ഇന്നിപ്പം സുന്നികൾക്കെതിരെ ഏത് ഫാസിസ്റ്റ് ശക്തിയാണെങ്കിലും ഈ സുന്നി ആശയക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി അവരോടൊപ്പം നിൽക്കും. ഉറപ്പാണ്, 100%. നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഏതെല്ലാം ഹൈവാന്മാരുണ്ടോ ആ ഹൈവാന്മാരെല്ലാം ഈ സുന്നി പണ്ഡിതന്മാർക്കെതിരാണെങ്കിൽ അവരെ കൂട്ടുപിടിച്ചിട്ടും ആ പണ്ഡിതന്മാരെ എഴുത്താൻ വേണ്ടി ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നൗഷാദ് എന്ന് പറഞ്ഞ കാട്ടുവളപ്പിൽ നൗഷാദും അവൻ്റെ തലതൊട്ടപ്പനുമൊക്കെ നിൽക്കും. നിനക്ക് മനസാക്ഷിയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ പ്രാരംഭം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാർക്ക് താഴ്ന്നുത്തല്ലാതെ ഒന്നുമില്ല കുഞ്ഞാമ. നിനക്കറിയാൻ പറ്റുന്നുണ്ടാ? കുറച്ച് കാലം കഴിയുമ്പോൾ നിന്നെയൊക്കെ വലിച്ച് തോട്ടിലെറിയും. നീ ചിന്തിക്കുന്ന സമയത്ത് ഇവന്മാർ നിന്നെ വലിച്ച് തോട്ടിലെറിയും. നീ ഒരു വിശ്വാസം, ഒരു മതപണ്ഡിതനല്ലോ, സഖാഫിയല്ലേ? ഇവന്മാർ ഈ പറയുന്ന എന്താണ് ഇപ്പോൾ ഈ പാടിയത്? ഇബ്ലീസിനെ വരെ നന്നാക്കി പഴയപടിയാക്കും. നിനക്ക് അഭിപ്രായം ഉണ്ടാ? ഈ പാടിയ നിനക്ക് അഭിപ്രായം ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ എന്ത് ദീനാണ് ഇത്? മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറഞ്ഞ കുഞ്ഞാമ തന്നെ പറഞ്ഞ കുഞ്ഞാമ തന്നെ കിതാബ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അറിവ് ഓർമ്മ നീ അത് പറയും. എൻ്റെ കുഞ്ഞാമതെ കാലവും ഭാവിയും ആരോഗ്യമൊക്കെ പോകുന്നുണ്ട്. അവസാനം ഒന്നും അല്ലാതായി പോവും. നിന്നെക്കൊണ്ട് നിൻ്റെയൊക്കെ ഈ വർത്തമാനം കൊണ്ട് എത്ര മനുഷ്യരാണെന്നറിയാം. അള്ളാഹു പരിശുദ്ധമായി സുന്നത്തയമായ തടക്കം വിട്ടുപോകുന്നത്. സുന്നത്തയമായത്തിനോട് തന്നെ വെറുപ്പായിപ്പോയി ആളുകൾക്ക് നിൻ്റെയൊക്കെ ഈ തൊള്ള കാരണം. എടാ, ഇതിനൊക്കെ നിനക്ക് നല്ല സംസാരിക്കാൻ കഴിവുള്ളവനല്ലേ? നിനക്ക് നല്ല കാര്യത്തിൽ ഉപയോഗിച്ചൂടെ ഇത്? നീ കുറേ നാൾ നല്ല പ്രസംഗിച്ചാണെന്ന ആളല്ലേ? നീ ഈ പറയപ്പെട്ട AP ഉസ്താനെയോ അല്ല അവരാരും പുകഴ്ത്തണ്ട. നിനക്കറിയുന്ന ഹക്കായ നിനക്ക് പറഞ്ഞുകൂടെ? നീ എന്താണ് ഈ വിളിച്ച് പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടാ?
നീ വെല്ലുവിളി ആക്രോശം, നിന്നെ ഇവൻ ഗുണ്ടയാട്ടാ കാണുന്നത്. കുഞ്ഞാമേത ഇത് നിന്നെ കുരുവട്ടൂരികൾ അവരുടെ ഗുണ്ടയാക്കി വെച്ചിരിക്കുക. നീ ഇപ്പൊ പറയുന്നതൊക്കെ ഗുണ്ടായുസമാണ്. ഈ ഗുണ്ടായുസം നിർത്തിയിട്ട് നിനക്ക് ഹക്കായ ദീൻ, നീ ഒറ്റക്കാണെങ്കിൽ നീ പ്രവർത്തിക്കുക. അതുകൊണ്ട് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടട്ടെ.